ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെജിറ്റബിൾ കുറുമയായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലതിന്. അപ്പോൾ നമുക്കെങ്ങനെ ഈ സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ പൊട്ടാറ്റോ, ഒരു വലിയ ക്യാരറ്റ് ചെറുതായി ക്യൂബ്സാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ഇടാം, ബീൻസ് ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ്. ഇത് 1/2 കപ്പ് ഉണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം 2 വിസിൽ വരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഈ വെജിറ്റബിൾസ് ഇട്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ ആയതുകൊണ്ട് ഞാനിത് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നില്ല. അപ്പം നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ പൊട്ടാറ്റോയും ക്യാരറ്റും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രഷർ കളഞ്ഞെടുക്കാം. അപ്പോഴേക്കും കറക്റ്റ് വേവായിക്കോളും. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, ഒരു 1/2 കപ്പ് തന്നെ മതി. ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു പാത്രം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടതൊരു ബേ ലീഫ്. ഒന്ന് ഇങ്ങോട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു സവാള, ചെറിയൊരു സവാള ഇട്ട് കൊടുക്കാം. ചെറുതായി കനം കുറച്ചരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുതായി മുറിച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ വെളുത്തുള്ളിയാണിത്. ഇത് ഞാൻ ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ആവി വരട്ടെ. ഈ ഗ്രീൻ പീസും കൂടി വേവാനുള്ള ടൈം നമുക്ക് കൊടുക്കാം. ഞാനിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 മുറി തേങ്ങയുടെ പാലാണിത്. അതിൻ്റെ ഫസ്റ്റ് പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2ാം തവണ പിഴിഞ്ഞെടുത്ത പാലാണ് ഇത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണിത്. നമുക്ക് കുറച്ചും കൂടി റിച്ച് ആക്കാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും കസ്കസൊക്കെ ഇതിൽ അരച്ച് ചേർക്കാം. പക്ഷെ ഞാനിതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുറുമയാണിത്. ഇപ്പോൾ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി ചപ്പാത്തിൻ്റെ, പൊറോട്ടൻ്റെ അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്.
വളരെ സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.